ഹായ് നമസ്കാരം, ഞാൻ ജയശ്രീ ഗോവിന്ദൻ, റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മളുടെ തേർഡ് ഫ്ലോറിലേക്കുള്ള ഒരു ഫിനാൻഷ്യൽ പിരമിഡിൽ തേർഡ് ഫ്ലോറിൽ എങ്ങനെ നമ്മളതിനെ പണിയണം എന്നുള്ളതാണ്. അപ്പോൾ തേർഡ് ഫ്ലോർ നമുക്ക് നിർമ്മിക്കേണ്ടത് അതിന് ഏത് രീതിയിലായിരിക്കണം എന്ന് നമുക്കിന്ന് മനസ്സിലാക്കാം. അതിൽ നമുക്ക് വേണ്ടത് സ്പെക്കുലേഷനാണ്. സ്പെക്കുലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പല രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളാണ്. അതായത് റിയൽ എസ്റ്റേറ്റ്, അതുപോലെ ഇൻട്രാഡേ, പിന്നെ ഫോറക്സ് ട്രേഡിങ്, ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നവർക്കാണ് ഈ ഒരു ഫ്ലോർ നമ്മൾ ഒരുക്കേണ്ടത്. അപ്പോൾ ഈ ഫ്ലോറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് റിയൽ എസ്റ്റേറ്റ് ഒക്കെ ആകുമ്പോൾ അതിനെ നമുക്ക് കൂടുതൽ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക. കാരണം പണ്ടത്തെ പോലെയല്ല ഇന്നത്തെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്ന് പറയുന്നത്. കുറെ കൂടി ബുദ്ധിമുട്ടായി തീർന്നിരിക്കുന്നു എന്ന് തന്നെ പറയും. കാരണം ബുദ്ധിമുട്ടെന്നല്ല, അത് കുറെ കൂടി നിയമപരമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പഴയ പോലെയുള്ള പല കാര്യങ്ങളും, ഇപ്പം ടാക്സ് വെട്ടിക്കലും അങ്ങനെയൊന്നും നടക്കാറില്ല. പണ്ടൊക്കെ ആളുകളും കൈമറിഞ്ഞ് ഒക്കെ പോകും, വാങ്ങിയിട്ടിട്ട് പെട്ടെന്ന് തന്നെ പിറ്റേന്നൊക്കെ തന്നെ വിറ്റ് പോവുക, അങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട്. ഇന്നപ്പം അതിന് നിയമപരമായിട്ട് പല കാര്യങ്ങളും അതിൽ വരുന്നുണ്ട്. അതുപോലെ ടാക്സേഷൻ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ റിയൽ എസ്റ്റേറ്റ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഇന്നിപ്പോൾ അതിൻ്റെ അകത്ത് പല കാര്യങ്ങളും വരുന്ന, ഇൻഡെക്സേഷനൊക്കെ എടുത്തു കളഞ്ഞു എന്നൊക്കെ ഉള്ള ഒരു വാർത്തകളും ഒക്കെ നമുക്ക് അറിയാം. അപ്പം ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ എന്താണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും അതിൻ്റെ ആ ഒരു ടാക്സേഷനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ അത് ഒന്ന് കാണുന്നത് നന്നായിരിക്കും. അപ്പം അങ്ങനെ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട്, ടാക്സിൻ്റെ കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട്, അതിൻ്റെ റിസ്ക്കും മനസ്സിലാക്കിക്കൊണ്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇൻട്രാഡേ എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ അതിലൊരുപാട് റിസ്ക് ഉണ്ട്. അത് നോക്കി കണ്ട് ചെയ്തില്ലെങ്കിൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നഷ്ടമാകും. അപ്പോൾ ഇതിലൊക്കെ റിസ്ക് ഉള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നോളജ് ഉണ്ടെങ്കിൽ അതിനകത്ത് കുറച്ചൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ഫോറക്സ് ട്രേഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രാധാന്യം. അപ്പം ഈ ഒരു സ്പെക്കുലേഷൻ ആയിട്ടുള്ള ഈ ഒരു ഏരിയ നമ്മൾ നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ഫോർത്ത് ഫ്ലോറിനെ കുറിച്ചാണ്. ഒരു ഫിനാൻഷ്യൽ പിരമിഡിൻ്റെ ഫോർത്ത് ഫ്ലോറിനെ കുറിച്ചാണ് നമ്മൾ അടുത്തതായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവർ